മുല്ലവള്ളിയും തേന്മാവും. എത്രയും എളുപ്പം ഞാൻ അവസാനിപ്പിക്കണം എന്ന് കരുതിയ ഒരു കഥയാണ് മുല്ലവള്ളിയും തേന്മാവും. പക്ഷേ ഡേവിഡിനെ എഴുതി എനിക്കങ്ങ് തികയുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് കഥയുടെ ലെങ്ത് കൂട്ടാം എന്ന് ഞാൻ കരുതിയത്. വെറും 2 പാർട്ടിൽ ഒതുങ്ങേണ്ട കഥയാണ്. പക്ഷേ ഇതിപ്പോൾ 3ഉം 4ഉം പാർട്ടിലും കടന്ന് പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു സ്റ്റോറിയുടെ ലെങ്ത്തിനെ പറ്റി നിങ്ങൾ ദയവ് ചെയ്ത് കംപ്ലൈൻറ്റ് പറയരുത്. അന്നന്ന് എഴുതിയിടുന്നത് കൊണ്ട് വളരെ കുറച്ച് മാത്രമേ എനിക്ക് ദിവസവും പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ബാക്കി ഞാൻ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കഥകളും ഞാൻ മുന്നേ എഴുതി വെച്ചതായിരുന്നു. അതുകൊണ്ടാണ് അത് ലെങ്ത്തിൽ ഇടുന്നതും ഇത് ലെങ്ത്തിൽ ഇടാൻ സാധിക്കാത്തതും. അപ്പോൾ തുടങ്ങിക്കോട്ടെ. മുല്ലവള്ളിയും തേന്മാവും. നന്ദ കണ്ണുകൾ പതിയെ വലിച്ചു തുറന്നു. കണ്ണിലേക്ക് വെളിച്ചം വന്നടിച്ചപ്പോൾ ആദ്യം നന്ദ ഒന്ന് കണ്ണ് രണ്ടും ചിമ്മി തുറന്നു. ചുറ്റും അവളൊന്ന് കണ്ണോടിച്ചു. ആഡംബരത്തിൻ്റെ അവസാന വാക്കെന്ന പോലുള്ള ഒരു മുറിക്കുള്ളിലാണ് അവളിപ്പോൾ കിടക്കുന്നത്. തൊട്ടടുത്ത നിമിഷം താൻ കിടക്കുന്ന കട്ടിലിനരികിലായി ഇട്ടിരിക്കുന്ന ഒരു കസേരയിൽ മുഖം കുനിച്ചിരിക്കുന്നവനിലേക്ക് അവളുടെ കണ്ണുകൾ ഉടക്കി. നന്ദ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. ഭയത്തോടെ അവൾ ഡേവിഡിനെ ഒന്ന് നോക്കി. ഇത്രയും നേരം താനും അവനും ഈ മുറിക്കുള്ളിൽ തനിച്ചായിരുന്നോ എന്നവൾ ചിന്തിച്ചു. തൻ്റെ ശരീരത്തിൽ നിന്നും തെന്നി മാറിയ വസ്ത്രങ്ങൾ അവൾ വേഗത്തിൽ തന്നെ നേരെ പിടിച്ചിട്ടു. ഡേവിഡും അതേ നിമിഷം അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി. ഇത്ര നേരവും നീ ഇവിടെ സ്വബോധമില്ലാതെയാ കിടന്നിരുന്നേ. ഞാൻ ഇപ്പോഴും അപ്പോഴും നല്ല ബോധത്തിൽ തന്നെയാ ഇരിക്കുന്നേ. അതുകൊണ്ട് നീ ആ പേടി കളാ. ഡേവിഡ് പരിഹാസത്തോടെ പറയവേ നന്ദക്ക് അല്പം ജാള്യത തോന്നി. എന്താ നിന്റെ ഉദ്ദേശം? ചാവാൻ തന്നെ ആയിരുന്നോ? ഡേവിഡ് ശബ്ദം കടുപ്പിച്ചുകൊണ്ട് ചോദിച്ചു. നന്ദ തല താഴ്ത്തി ഇരുന്നു പോയി. കാലന് പോലും വേണ്ടല്ലോടി നിന്നെ. ഡേവിഡ് പുച്ഛത്തോടെ പറയവേ നന്ദയുടെ മിഴികൾ ഒന്ന് കൂർത്തു. അവൾക്ക് ആ കൗമാരക്കാരനായ ഡേവിഡിനെ ഓർമ്മ വന്നു. സകലരെയും ചൊടിപ്പിച്ച് മാത്രം സംസാരിക്കുന്ന ആ പഴയ ഡേവിഡിനെ. നോക്കി പേടിപ്പിക്കുന്നോ ഉണ്ടക്കണ്ണി? ഡേവിഡ് കണ്ണുരുട്ടി. 2 വട്ടവും ചാടി രക്ഷിച്ചതെന്തിനാ? ഇല്ലിൽ കാലം കൊണ്ടുപോയിരുന്നല്ലോ. നന്ദ ദേഷ്യത്തോടെ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. പണ്ട് രക്ഷിച്ചത് അറിവില്ലാത്ത പ്രായത്തിൽ പറ്റിയ മണ്ടത്തരമായിരുന്നു നന്ദേ. ഡേവിഡിൽ അപ്പോഴും പരിഹാസം. അപ്പോൾ ഇപ്പോൾ രക്ഷിച്ചതോ? നന്ദ അടുത്ത ചോദ്യം ചോദിച്ചു. എടി നീ പൊട്ടിയാണോ? നീ തീർന്ന ആദ്യം പോലീസ് എന്നെ അന്വേഷിച്ചായിരിക്കും വരുന്നത്. ആ ഹോസ്പിറ്റൽ അടക്കം എൻ്റെ പേരും ഫോൺ നമ്പറുമാണ്. ഒരു അന്വേഷണം വന്നാൽ അവസാനം നീ എൻ്റെ കൂടെ ആയിരുന്നതിന് തെളിവ് അതൊക്കെ തന്നെ ധാരാളമാണ്. ഡേവിഡ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഓ, അപ്പോൾ അതാണ് കാര്യം, നന്ദ മനസ്സിലോർത്തു. എന്തായാലും നന്ദ ജീവിതം അവസാനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. തുടർന്ന് ജീവിക്കാൻ അവൾക്ക് ഒരു ആശ്രയവുമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ഇന്നേരം ഡേവിഡ് ആ മുറിക്ക് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. അന്നേരമാണ് പുറത്ത് ജെറി നിൽക്കുന്നത് അവൻ ശ്രദ്ധിക്കുന്നത്. ജെറി അവനെ അടിമുടി ഒന്ന് നോക്കി. എന്നതാടാ? ഡേവിഡ് അരിശത്തോടെ ചോദിച്ചു. ഏയ് ഒന്നുമില്ല. ജെറി ചുമൽ വെട്ടിച്ചു. പിന്നെ നീ എന്നെ ഇങ്ങനെ അടിമുടി നോക്കി നിൽക്കാൻ ഞാൻ നിന്റെ പെണ്ണുമ്പിള്ളയോ മറ്റോ ആണോ? ഡേവിഡിന് അങ്ങ് പെരുത്തു കയറി. അല്ല, നിങ്ങളാ ചേച്ചിയോട് എന്തൊക്കെ നുണകളാ എൻ്റെ ചായ വെച്ച് കാച്ചിയത്? ജെറി ചിരിയോടെ പറഞ്ഞു. എന്തു നുണ? ചെറിയൊരു പതർച്ചയുണ്ട് ഡേവിഡിൻ്റെ സ്വരത്തിൽ. ആന്നേ, പോലീസ് പിടിക്കും, കൊലക്കുറ്റമാവും എന്നൊക്കെ കരുതിയിട്ടാണോ നിങ്ങൾ ആ ചേച്ചിയെ രക്ഷിച്ചത്? നട്ടാ കുരുക്കാത്ത നുണ പറയല്ലേ എൻ്റെ ചായ. ജെറി അവനെ നോക്കി കണ്ണുകൂർപ്പിച്ചു. ഡേവിഡ് ഒന്നും മിണ്ടിയില്ല. നിങ്ങളുടെ ഹൃദയം നിറച്ചും ആ ചേച്ചിയല്ലേ? എന്നോട് തന്നെ എന്തോരം വട്ടം നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങളിങ്ങനെ കെട്ടാതെ നിൽക്കുന്നത് ആ ചേച്ചി എന്തെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരും എന്ന് കരുതിയിട്ടല്ലേ? ജെറി പിന്നെയും ചോദിച്ചു. എന്നതാടാ നിനക്ക്? അതൊക്കെ എന്നോ ഈ ഡേവിഡ് മറന്നു കളഞ്ഞതാ. ഒന്ന് മാറിക്ക കുട്ടിപ്പിശാശെ. അവൻ്റെ ഒരു കണ്ടുപിടുത്തം. ഡേവിഡ് അവൻ ചോദിച്ചതിനുള്ള മറുപടി കൊടുക്കാതെ അവൻ്റെ തലയിൽ ഒരു മേട്ടവും കൊടുത്തിട്ട് അവനെ മറികടന്ന് പുറത്തേക്ക് കടന്നു. ഓടി ഒളിക്കുകയാണല്ലേ ഗള്ള കാമുക? പുറകിൽ നിന്നും ജെറി വിളിച്ചു ചോദിക്കുമ്പോൾ ഡേവിഡിൻ്റെ മുഖത്ത് ഒരു കള്ളച്ചിരി ഉണ്ടായിരുന്നു. അബി പ്രണയം തുളുമ്പുന്ന കണ്ണുകളോടെ തൻ്റെ അരികിൽ നിൽക്കുന്ന നിമിഷയെ നോക്കി. നിമിഷയുടെ മുഖത്തും നിറഞ്ഞ ചിരിയാണെങ്കിലും അവളുടെ കണ്ണുകളിൽ ആ പ്രണയം നിഴലിക്കുന്നില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ അബിയുടേതുപോലെ പ്രണയമില്ലായിരുന്നു. അത് എന്തുകൊണ്ടോ അബിക്ക് മനസ്സിലാവുകയും ചെയ്തു. എന്താടാ, എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അബി പതിയെ ചോദിച്ചു. ഏയ്, എന്താ അബി പറയുന്നേ? സന്തോഷമില്ലാതെ പിന്നെ?
അവളൊന്ന് ചിരിക്കാൻ ശ്രമിച്ചെങ്കിലും ആ ചിരിയും അവന് മുന്നിൽ പരാജയപ്പെട്ടുപോയി. മുഖം കൊടുക്കാതെ തിരിഞ്ഞു നിന്ന നിമിഷയെ അഭി തനിക്ക് അഭിമുഖമായി തിരിച്ചു. എന്താ അഭി? നിമിഷ അവൻ്റെ ആ നോട്ടത്തിൽ ഒന്ന് പതറി. നിനക്കെന്നോട് പണ്ടത്തെ പോലുള്ള സ്നേഹമില്ലേ നിമിഷേ? അഭി പതിയെ ചോദിച്ചു. എന്താ അഭി നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? എനിക്ക് നിന്നോട് അന്നും ഇന്നും ഇഷ്ടമാ. പക്ഷേ നന്ദയുടെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം തോന്നുന്നു. അവൾ ഇതുവരെ നിന്റെ വീട്ടിലോ എൻ്റെ വീട്ടിലോ വന്നിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും പറ്റി കാണുമോ? ഇല്ലാത്ത ദയനീയത കണ്ണിൽ നിറച്ചുകൊണ്ട് നിമിഷ ചോദിച്ചു. യഥാർത്ഥത്തിൽ നിമിഷ തന്നെയാണ് നന്ദയോട് ഒഴിഞ്ഞു പോവാൻ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ നിമിഷയുടെ ഉള്ളിൽ ഒരു ചെറിയ പേടി. പുറം ലോകം കാണിക്കാതെ കുപ്പിയിലെ ഭൂതത്തെ പോലെ അടച്ചു വെച്ചിരിക്കുകയായിരുന്നു നിമിഷ നന്ദയെ. ആദ്യം അവൾ എവിടെയെങ്കിലും പോയി തുലയട്ടെ എന്ന് കരുതി നിമിഷ. പക്ഷേ ഇപ്പോൾ അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്തയില്ല. മറിച്ച് എങ്ങനെയെങ്കിലും നന്ദ ജീവിതത്തിൽ രക്ഷപ്പെട്ടു പോവുമോ എന്ന പേടിയാണ്. അതിനുള്ള സാധ്യത 100% പഠിപ്പും വിവരവുമില്ലാത്ത നന്ദ എങ്ങനെ രക്ഷപ്പെടാനാണ്? എന്നാലും ആ 1% സാധ്യതയെയും നിമിഷ ഭയക്കുന്നു. ചെറുപ്പം മുതലേ തൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ കാണിച്ച് നന്ദയെ കൊതിപ്പിച്ച് അവളെ സങ്കടപ്പെടുത്തി സ്വയം സന്തോഷിക്കലാണ് നിമിഷയുടെ വിനോദം. അങ്ങനെ നന്ദയെ കാണിച്ച് കൊതിപ്പിച്ച് അവളെ വേദനിപ്പിക്കാനുള്ള ഒരു കളിപ്പാട്ടമായിരുന്നു നിമിഷക്ക് അഭിമന്യുവും. ഓ, അപ്പം അവളെ കാണാത്തതാണോ നിന്റെ പ്രശ്നം? അഭി ആശ്വാസഭാവത്തിൽ ചോദിച്ചു. നിമിഷ പതിയെ തലയാട്ടി. നീ ഇങ്ങനൊരു പാവമാവല്ലേ എൻ്റെ മോളെ. അവൾ ചെറുപ്പം മുതൽ എന്തോരം നിന്നെ ദ്രോഹിച്ചിരിക്കുന്നു. എന്തോരം ബുദ്ധിമുട്ടുകൾ അവൾ കാരണം നിനക്കുണ്ടായിരിക്കുന്നു. നീ അതെല്ലാം മറന്നാലും ഞാൻ നീ പറഞ്ഞതൊന്നും മറക്കില്ല. അവൾ അന്നും ഇന്നും നമ്മളുടെ ജീവിതത്തിലെ ഒരു കരട് തന്നെയായിരുന്നു. ഇപ്പോൾ വിധിയായിട്ട് അതിനെ നമ്മളുടെ ജീവിതത്തിൽ നിന്നും ഇറക്കി വിട്ടു എന്ന് കരുതിയാൽ മതി. അഭി അവളെ സമാധാനിപ്പിച്ചു. നിമിഷ പറഞ്ഞ നുണക്കഥകളിൽ നിന്നും അഭിക്ക് നന്ദയെപ്പറ്റി ഏകദേശം ഒരു രൂപമുണ്ട്. ഒരു ദുഷ്ടയുടെ രൂപം. അതല്ലാതെ സ്വന്തം ബുദ്ധിയും വിവേകവും ഉപയോഗിച്ച് അവൻ ഇന്നേ വരെ നന്ദയെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷെ നിമിഷയുടെ ഉള്ളിൽ ആ നേരം ഉണ്ടായിരുന്ന സങ്കടം ഒരിക്കലും നന്ദയെക്കുറിച്ച് ഓർത്തിട്ടല്ലായിരുന്നു. മറിച്ച് ഇപ്പോൾ നിമിഷ അഭിമന്യുവിനെ കണക്കാക്കുന്നത് ഒരു രണ്ടാം കെട്ടുകാരനായിട്ടാണ്. ഒരിക്കലും അഭിമന്യുവിനോട് നിമിഷക്ക് ആത്മാർത്ഥമായ ഒരു പ്രണയവും തോന്നിയിട്ടില്ല. പക്ഷെ എപ്പോഴും അവളുടെ മനസ്സിൽ നിലകൊണ്ടിരുന്ന ഒരാഗ്രഹം ഒരു കാലത്തും ഒരിക്കലും നന്ദ അഭിയുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലരുത് എന്നത് മാത്രമായിരുന്നു. എല്ലാ കാലത്തും തൻ്റെയും തൻ്റെ കുടുംബത്തിൻ്റെയും വേലക്കാരിയായി മാത്രം നിലകൊണ്ടിരുന്ന നന്ദ ഒരു കാലത്തും അഭിയെ പോലൊരു മനുഷ്യനെ വിവാഹം കഴിച്ച് വലിയ ഉന്നതിയിൽ തനിക്കു മുകളിൽ അല്ലെങ്കിൽ തനിക്കൊപ്പം എത്തരുതെന്ന് നിമിഷക്ക് നിർബന്ധ ബുദ്ധിയുണ്ടായിരുന്നു. ആദ്യമൊക്കെ നിമിഷക്ക് അഭി ഒരു ലഹരിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ കെട്ടടങ്ങിപ്പോയിരിക്കുന്നു. ചേച്ചി, എന്തെങ്കിലും ഒന്ന് കഴിക്ക് ചേച്ചി. 1 മണിക്കൂറിനടുത്തായി ജെറി നന്ദക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഇതുവരെ അതൊന്ന് തൊട്ട് നോക്കുക പോലും നന്ദ ചെയ്തിട്ടില്ല. എനിക്ക് പോവണം. നന്ദ ഇപ്പോൾ കരയുമെന്ന പോലെയായിരുന്നു. കരയല്ലേ ചേച്ചി, ഈ ഭക്ഷണം ഒന്ന് കഴിക്ക്. എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടുചെന്ന് വിടാം. ജെറി അവളെ സമാധാനിപ്പിച്ചു. നിങ്ങളെന്തിനാ എന്നെ പിടിച്ചു വച്ചേക്കുന്നേ? എനിക്ക് പോകണം എന്നല്ലേ പറഞ്ഞേ? നന്ദ ദേഷ്യപ്പെട്ടു. അത് ചേച്ചി ചാടി ചാവാൻ നോക്കിയിട്ടല്ലേ ഞങ്ങൾ പിടിച്ചു വെച്ചത്? ജെറി പിന്നെയും ചോദിച്ചു. ഞാൻ ചത്താൽ നിങ്ങൾക്കെന്താ? എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക് പ്ലീസ്. നന്ദ തൊഴുകൈകളോടെ ജെറിയെ നോക്കി. എന്നതായുടെ? പൊടുന്നനെ ഡേവിഡിൻ്റെ സ്വരം ആ മുറിയിൽ മുഴങ്ങി. നന്ദയും ജെറിയും ഒരുപോലെ ഞെട്ടി തിരിഞ്ഞു നോക്കി. ചേച്ചി ഭക്ഷണം കഴിക്കുന്നില്ല, ജെറി പറഞ്ഞു. ഡേവിഡ് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. നന്ദ തല താഴ്ത്തി നിന്നതേ ഉള്ളൂ. ഡേവിഡ് ഒന്നും മിണ്ടാതെ ആ പ്ലേറ്റ് കയ്യിലെടുത്ത് അതിലേക്ക് കുറച്ച് ചോറ് വിളമ്പിയെടുത്തു. പതിയെ അതുമായി അവൻ നന്ദയുടെ അടുത്തേക്ക് നീങ്ങി. സാരിത്തലപ്പിൽ വിരൽ ചുറ്റി നിൽക്കുന്ന അവളെ അവൻ രൂക്ഷമായി തന്നെ ഒന്നുകൂടെ നോക്കി. ഇരിക്കടി അവിടെ, അവൻ്റെ സ്വരം മുറിക്കുള്ളിൽ മുഴങ്ങി. നന്ദ പേടിയോടെ സ്വയം അറിയാതെ ആ കട്ടിലിലേക്ക് ഇരുന്നു പോയി. ഡേവിഡ് തൻ്റെ പരുത്ത വലിപ്പമുള്ള കൈകൊണ്ട് ഒരു വലിയ ചോറുരുള ഉരുട്ടിയെടുത്തു. തുറക്കടി വാ. ഡേവിഡ് ഉറക്കെ അങ്ങ് അലറിയപ്പോൾ നന്ദ ഒരു കുഞ്ഞിനെ പോലെ വാ തുറന്നു പോയി. ആദ്യത്തെ പരുത്ത ഉരുള അവളുടെ വായിലേക്ക് വെച്ചു കൊടുത്തു ഡേവിഡ്. നന്ദയുടെ കണ്ണ് മിഴിഞ്ഞുപോയി. അവൾ വാ നിറയെ ചോറും വെച്ചുകൊണ്ട് അന്തം വിട്ട് അവനെ നോക്കിയിരുന്നു പോയി. ആ ഇരിപ്പ് കാണെ ജെറിക്ക് ചിരി വന്നുപോയി. ഇതുവരെ നിന്ന് ഉറഞ്ഞു തുള്ളിയവളാണ് ആ പൂച്ചക്കുഞ്ഞിനെ പോലെ ഇരുന്ന് മാമുണ്ണുന്നത്. ഡേവിഡ് അവളെ ഊട്ടുന്ന തിരക്കിലാണ് അന്നേരവും. നന്ദ ദയനീയമായി ഇടം കണ്ണിട്ട് ജെറിയെ ഒന്ന് നോക്കി.
നോക്കി നിൽക്കാതെ ഒന്ന് രക്ഷിക്കടാ എന്നൊരു ഭാവത്തിലാണ് ആ നോട്ടം. ഞാൻ മര്യാദക്ക് ചോറുണ്ണാൻ പറഞ്ഞപ്പോൾ കേട്ടില്ലല്ലോ, അപ്പോൾ ചേച്ചിക്ക് ഇത് കിട്ടണം എന്നൊരു ഭാവം ജെറിയുടെ മുഖത്തും വിരിഞ്ഞു. നന്ദയാണെങ്കിൽ ഇനി ചാവാൻ വയ്യ, വയർ നിറഞ്ഞ് നല്ലൊരു ക്ഷീണമുണ്ട് എന്ന മട്ടിൽ ആ ബെഡിൽ തളർന്നിരുന്നു പോയി. ഒരു തൊട്ടിലൂടെ ആ റൂമിലങ്ങ് കെട്ടിത്തരട്ടെ ചായ, ജെറി ചിരിയോടെ അവൻ ഡേവിഡിനോട് ചോദിച്ചു. എന്തിന്? ഡേവിഡ് ഒറ്റപ്പുരുകം ഉയർത്തി. നിങ്ങൾക്ക് ആ ചേച്ചിയെ അതിലിട്ട് ആട്ടാൻ. എന്തേ? ജെറി ചിരി മായാതെ ചോദിച്ചു. ഉവ്വ, ചിലപ്പോൾ ആവശ്യം വരും, അന്നേരം കെട്ടാം. ഒറ്റക്കണ്ണിറുക്കി ചിരിയോടെ പറയുന്ന ഡേവിഡിനെ അവൻ അത്ഭുതത്തോടെ നോക്കി. അപ്പോൾ ഇച്ചായ ഇനി ചേച്ചിയെ തിരികെ വിടില്ലേ? ജെറിയിൽ അത്ഭുതം. അവളെ ഒരിക്കൽ വഴിയിൽ സ്വന്തം പാട്ടിന് പൊയ്ക്കോട്ടെ എന്ന് കരുതിയേച്ച് ഇറക്കി വിട്ടതാണല്ലോ. അന്നേരം അവൾ സ്വന്തം ജീവൻ കളയാനല്ലേ നോക്കിയേ? ദൈവം തന്ന ജീവനും ജീവിതവും അവസാനിപ്പിക്കുന്നതിലും നല്ലത് അവൾക്കത് എനിക്ക് തന്നൂടെ? ഡേവിഡ് ചിരിയോടെ ചോദിച്ചു. അപ്പോൾ ആ ചേച്ചി ജീവിതം തന്നില്ലെങ്കിലോ? ജെറി പിന്നെയും ചോദിച്ചു. തന്നില്ലെങ്കിൽ പിടിച്ചങ്ങ് വാങ്ങും, ഡേവിഡ് ശാന്തമായി പറഞ്ഞു. തുടരും സൂര്യകാന്തി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക്